3 പേരടങ്ങുന്ന മോഷണ സംഘത്തിലെ ഒരാളെ പുഴമ്പ്രം പള്ളി റോഡിൽ കവല സമീറിന്റെ വീട്ടിന് മുന്നിൽ നിന്നും 2 പേരെ അണ്ടിത്തോട് ബസ് സ്റ്റോപ്പിൽ വെച്ചുമാണ് നാട്ടുകാർ സാഹസികമായി പിടികൂടിയത്. എടപ്പാൾ ഭാഗത്തു നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ശനിയാഴ്ച പുലർച്ചെ 3 മണിക്കാണ് പുഴമ്പ്രത്ത് നാട്ടുകാർ മോഷ്ടാക്കളെ പിടികൂടിയത്. തിരൂർ സബ് ഡിവിഷൻ കീഴിൽ രാത്രികാല പട്രോളിംഗ് നടത്തുകയായിരുന്ന വളാഞ്ചേരി സ്റ്റേഷനിലെ SI ജോബി, CPO ഗിരീഷ് എന്നിവരാണ് സംശയാസ്പദമായ രീതിയിൽ മോഷ്ടാക്കളെ ആദ്യം കാണുന്നത്. കയ്യിലുള്ള ചാക്കിൽ മോഷ്ടിച്ച സാധനങ്ങളുമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഓടി മറയുകയായിരുന്നു മോഷ്ടാക്കൾ. മോഷ്ടാക്കളാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ പിടികൂടാൻ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പുഴമ്പ്രത്ത് വെച്ച് നാട്ടുകാരുടെ സഹായത്തോടെ വലയിലാക്കുകയായിരുന്നു. ഒരാളെ പള്ളി റോഡിൽ വെച്ച് പിടിച്ചപ്പോൾ മറ്റു 2 പേർ അണ്ടിത്തോട് ക്ഷേത്ര റോഡ് വഴി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉടനെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ ചെറിയ വഴികളിലും പ്രദേശത്തുകാർ കാവൽ നിന്നതോടെ ബാക്കി 2 പേരെയും പിടിക്കാൻ സാധിച്ചു. എടപ്പാൾ ഭാഗത്തു നിന്നും ഓടി വന്ന മോഷ്ടാക്കൾ പുഴമ്പ്രം സെന്ററിൽ നിന്നും പള്ളി റോഡിലേക്ക് തിരിഞ്ഞ് ഓടിയതാണ് നാട്ടുകാരുടെ വലയിൽ കുടുങ്ങാൻ കാരണമായത്. പിടിക്കപ്പെട്ട ഉടനെ നാട്ടുകാരോട് അക്രമരീതിയിലാണ് പ്രതികൾ നേരിട്ടത്. പോലീസും കൂടുതൽ ആളുകളും എത്തിയ ശേഷമാണ് ഇവർ മോഷണം നടത്തിയ കുറ്റം സമ്മതിച്ച് കീഴടങ്ങിയത്. സ്പെഷ്യൽ നൈറ്റ് പട്രോളിംഗ് ടീം അറിയിച്ചതനുസരിച്ച് പൊന്നാനി സ്റ്റേഷനിലെ ASI സനോജും സംഘവും ഉടൻ പുഴമ്പ്രത്തെത്തി പ്രതികളെ നാട്ടുകാരുടെ സഹായത്തോടെ സ്റ്റേഷനിലേക്കും വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പിടിക്കപ്പെടുമ്പോൾ പ്രതികളിൽപ്പെട്ട ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ഇയാളുടെ പോക്കറ്റിൽ നിന്നും ഇതിനുപയോഗിക്കുന്ന സിറിഞ്ചും കണ്ടെടുത്തു. കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്ന ആസാം സ്വദേശികളായ മുഹമ്മദ് അഫ്താഹ് റഹ്മാൻ, മൊയ്ജുദ്ദീൻ, മുക്സിൻദീൻ എന്നിവരാണ് പ്രതികൾ. വളാഞ്ചേരിയിലാണ് താമസിക്കുന്നതെന്നും ഇബ്രാഹിം എന്നു പേരുള്ള വീട് പണിയെടുക്കുന്ന ഒരു മലയാളി പറഞ്ഞിട്ടാണ് പുതിയ വീടുകളിൽ രാത്രിയിൽ കയറി സാധനങ്ങൾ മോഷ്ടിക്കുന്നതെന്ന് പ്രതികൾ പറഞ്ഞു. വളാഞ്ചേരി കേന്ദ്രമാക്കിയുള്ള മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ ലഭിക്കുന്നതെന്നും സമ്മതിച്ചു. നിർമ്മാണം നടക്കുന്ന വീടുകളിൽ കയറി മോഷ്ടിച്ച പുതിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് സാധനങ്ങളടക്കം പിടിയിലായവരിൽ നിന്നും കണ്ടെടുത്തു. പൊന്നാനി പോലീസിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് വീട് കുത്തിത്തുറന്ന് സ്വർണം മോഷ്ടിച്ചതും 1 മണിക്കൂറിനകം 11 കടകളിൽ കയറി മോഷണം നടത്തിയതും ഈ പ്രദേശങ്ങളിലായിരുന്നു. ഇതിനു ശേഷം മോഷ്ടാക്കളെ പിടികൂടാൻ നാട്ടുകാർ രഹസ്യമായി രാത്രിയിൽ CCTV നിരീക്ഷണത്തിലൂടെ പ്രത്യേക ജാഗ്രത പ്രവർത്തനം നടത്തിവരികയായിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.